ഒരു കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഇതുപോലൊരു കമ്പനി നമുക്കും തുടങ്ങിയാലോ എന്നുള്ള ചിന്ത ആദ്യമായിട്ട് എല്ലാവരുടെയും മനസ്സിലേക്ക് വന്നിട്ടുണ്ടാകും. അങ്ങനെ ഒരു ചിന്തയിൽ നിന്ന് കൊളീഗ്സ് ആയ 2 സുഹൃത്തുക്കൾ ചേർന്ന് 2007 ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തു. ആ കമ്പനി പിന്നീട് ഇന്ത്യൻ ഇ-കൊമേഴ്സ് ഇൻഡസ്ട്രിയുടെ തലവരെ തന്നെ മാറ്റി. ഐ ആം നിതിൽ രമേശ്. യു ക്യാൻ കോൾ മീ ഭ്രാന്തൻ. വെൽക്കം ടു ദി വേൾഡ് ഓഫ് ബ്രാൻഡിംഗ്, അഡ്വർടൈസിംഗ് ആൻഡ് നെറ്റ്വർക്കിംഗ്. ഫ്ലിപ്കാർട്ട് ട്രസ്റ്റ്വർത്തി ആയ ഒരു ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോം ബിൽഡ് ചെയ്യുക എന്നതായിരുന്നു ഫൗണ്ടേഴ്സായ ബിന്നി ബൻസാലിന്റെയും സച്ചിൻ ബൻസാലിന്റെയും ലക്ഷ്യം. ബുക്കുകൾ വിറ്റായിരുന്നു തുടക്കം. പിന്നീട് ബ്രാൻഡ് വലുതാവുന്നതിനനുസരിച്ച് പുതിയ പ്രൊഡക്ട്സും അവർ കാറ്റലോഗിലേക്ക് ആഡ് ചെയ്യാൻ തുടങ്ങി. തുടക്കകാലത്ത് അവർ ഏറ്റവും അധികം സ്ട്രഗിൾ ചെയ്തത് ട്രസ്റ്റ് ബിൽഡ് ചെയ്തെടുക്കാൻ വേണ്ടിയായിരുന്നു. പ്രീപെയ്ഡ് ആയി പ്രൊഡക്ട്സ് വാങ്ങാൻ ആളുകൾ ഭയപ്പെട്ടിരുന്ന കാലം. പറ്റിക്കപ്പെടുമോ എന്നുള്ള പേടി കസ്റ്റമേഴ്സിനുണ്ടായിരുന്നു. അതുമാത്രമല്ല, അന്ന് ഓൺലൈൻ ബാങ്കിങ്, ഡെബിറ്റ് കാർഡ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ഉപയോഗം അത്ര സജീവമായിരുന്നില്ല. ഈ പ്രോബ്ലത്തിന് ഫ്ലിപ്കാർട്ട് 2010 ഒരു സൊല്യൂഷൻ കണ്ടെത്തുന്നു: ക്യാഷ് ഓൺ ഡെലിവറി. അവിടെ മുതൽ കളി മാറി. ദി റിയൽ ഗെയിം ചേഞ്ചർ. ഈ ഒരു ഒറ്റ സൊല്യൂഷൻ ഫ്ലിപ്കാർട്ടിന്റെ മാത്രമല്ല, എൻ്റെ ഇ-കൊമേഴ്സ് ഇൻഡസ്ട്രിയുടെ വിധി തന്നെ മാറ്റിയെഴുതി. പിന്നീട് ഫ്ലിപ്കാർട്ടിന്റെ വളർച്ച പെട്ടെന്നായിരുന്നു. 2012 ഒരു യൂണിക്കോൺ സ്റ്റാർട്ടപ്പ് ആയിട്ട് ഫ്ലിപ്കാർട്ട് മാറുന്നു. 2018 ആകുമ്പോഴേക്കും ഗ്ലോബൽ റീറ്റെയിൽ ജയന്റായ വാൾമാർട്ട് ഫ്ലിപ്കാർട്ടിനെ ഏറ്റെടുക്കുന്നു. ഇന്ന് മാർക്കറ്റ് പ്ലേസിൽ ഫ്ലിപ്കാർട്ട് എവിടെ നിൽക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഫ്ലിപ്കാർട്ട് കേവലം ഒരു ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റ് മാത്രമല്ല, ഇന്ത്യക്കാരെ ഒന്നടങ്കം ഓൺലൈൻ ഷോപ്പിംഗ് എന്ന ഹാബിറ്റിലേക്ക് എത്തിച്ച കമ്പനി കൂടിയാണ്. ഇതുപോലെയുള്ള ബ്രാൻഡ് റിലേറ്റഡ്, ബിസിനസ് റിലേറ്റഡ് വീഡിയോസിനായിട്ട് ഹാപ്പിലി ഫോളോ ബ്രാൻഡ്.